ആ കാഴ്ച എല്ലാവരിലും അല്പ വേദന വളർത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടതും കാവ്യ ഉഷാറോടെ കിരണിനൊപ്പം കൂടി. ഓരോരുത്തരെ അവരവരുടെ റൂമിലേക്ക് ഫ്രഷ് ആവാനും മറ്റുമായി പോയി. ശിവനാഥ് മേനോനും ശ്രീനിവാസനും ജയേന്ദ്രനും അവരുടെ കലാപരിപാടികൾ ആരംഭിച്ചു. കണ്ണി കണ്ടതൊക്കെ വലിച്ചടിക്കുന്ന കൊള്ളാം. 4 കാലാണെങ്കിലും തിരികെ അവരവരുടെ റൂമിലേക്ക് എത്തിക്കൊള്ളണം. അല്ലാതെ കാലുവഴുതി വീണ് കായൽ മുങ്ങി ചാവരുത്. കുപ്പിയും ഗ്ലാസും വെള്ളവുമായി ടേബിളിന് ചുറ്റിയിരിക്കുന്ന മൂവരെയും നോക്കി കനകം പറയുമ്പോൾ ജയേന്ദ്രൻ തന്റെ ഭാര്യയെ നോക്കി കണ്ണുരുട്ടി. ഹോ, ഇവള് ഇന്നെങ്കിലും 2 എണ്ണം അടിച്ച് സ്വസ്ഥായിട്ട് ഉറങ്ങാന്ന് വെച്ചപ്പോ അവളുടെ ഒരു എരെണ്ണം കേട്ട വർത്താനം കാലി വീണ് ചാവും പോലും. ഒന്ന് പോ മനുഷ്യ, എനിക്ക് കഷ്ടകാല. നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ദൈവം വിളിക്കില്ല. ആ ശ്രീടമ്മ 2 എണ്ണം അടിക്കുന്നുണ്ടോ? ഈ തമാശയൊക്കെ ഡെവലപ്പ് ആവുന്നേ. വാ. ശിവനാഥ് ഒരു ഗ്ലാസ് മദ്യം അവർക്ക് നേരെ നീട്ടി മാടി വിളിച്ചു. ഒന്ന് പോടാ, നീ നിന്റെ കെട്ടിയോളെ വിളിക്ക്. എന്നിട്ട് അവിടെ അണ്ണാക്കിലോട്ട് ഈ കുപ്പിയോട് അങ്ങ് കവിഴ്ത്ത്. അവിടെ തൻ്റെ കുറച്ചുകൂടെ ഡെവലപ്പ് ആവാനുണ്ട്. 2 മക്കളുടെ കല്യാണം ഒറ്റയ്ക്ക് നടത്തിയവളല്ലേ. സ്വന്തം തന്തയും തള്ളയും വരെ അവള് മറന്നു. ഒക്കത്തിന് കൂട്ടു നിൽക്കാൻ ഒരു തലതെറിച്ച കെട്ടിയവനും അഹങ്കാരിയായിട്ടുള്ള 2 മക്കളും. ഇനി ഗ്രാൻഡ് മാന്ന് വിളിച്ച് 2 എന്നെ മടിയിലേക്ക് കിടക്കാൻ വരട്ടെ. ഇങ്ങനെ പോയ 2 കെട്ടിയോളുമാർ പ്രസവിക്കുന്ന പോലും ഞാൻ അറിയത്തില്ല. അന്ന് നിങ്ങൾ കാണുമോ? ശിവനാഥ് ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടാ, ഞാൻ കാശിക്ക് പോവും. നീ വരുന്നോ? അതെങ്ങനെയാ? നീ കുടിച്ച് കരള് കാഞ്ഞു വെന്ത്. ഓ മതി. ദോ ആ വഴി നേരെ വെക്കോ. പോയി കിടന്നിറങ്ങു. ഓ. ശിവനാഥ് മേനോൻ കനകത്തിന് റൂമിലേക്ക് പോകാനുള്ള വഴികാട്ടി കൊടുത്തു. അല്ല പിന്നെ ആരോഗ്യപരമായ മുന്നറിയിപ്പ്. ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ റൊമാൻസ് ആണ്. താല്പര്യമില്ലാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന് നടക്കാനിറങ്ങിയതാണ് നീലാംബരി. കാവ്യയും കിരണും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടും അവളെ തേടി